ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കും അതേപോലെ നമ്മുടെ ഫാമിലി വ്ളോഗിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്മായി ഇതാട്ടോ ചോറൊക്കെ അടുപ്പത്തിട്ട് വാർത്ത് വെച്ച് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് അടുപ്പത്ത് തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ അലക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ധോനി ബേബിക്ക് കഴിക്കാൻ കൊടുത്തു, അവളെ കുളിപ്പിച്ചു. അവള് ഉറങ്ങിയിട്ടോ, കുളിച്ചതിന് ശേഷം കഴിക്കാൻ കൊടുത്ത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിതാ നമ്മളിന്ന് കറി വെക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പം ഇന്ന് കറി പറയുന്നത് ഇന്ന് സാമ്പാർ തന്നെ, ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാൽ രാവിലെ 2-3 കഷ്ണത്തെ കുറവാണ് പറഞ്ഞപ്പോൾ രാശേട്ടൻ പോയി മേടിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പം ഇന്ന് രാശേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഏട്ടൻ ലോങ് ഒരു സ്ഥലം വരെ പോയിരിക്കുക, വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, പാലക്കാട് വരെ പോയിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിരിക്കുകയാണ്, പാലക്കാട് വരെ പോയിരിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് ഉച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ വരും, അല്ലെങ്കിൽ വൈകുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏട്ടനെ വെയിറ്റ് ചെയ്യണ്ടല്ലോ, അല്ലെങ്കിൽ ഏട്ടൻ വന്നിട്ടല്ലേ കഴിക്കുക. പിന്നെ തോരൻ വെക്കാനിന്ന് എപ്പോഴും പയറും ബീൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ഒന്ന് കോവയ്ക്ക് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചു ഇതാ. അപ്പം ഞാൻ ആ സമയത്താണ് നല്ല ഇടിയും മഴയും കാറ്റൊക്കെ വന്നു കേട്ടോ. അപ്പോൾ തുണികൾ പുറത്തിട്ടുണ്ടായിരുന്നു അലക്കിയിട്ട്. അപ്പോൾ ആ തുണികൾ എടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴമ്മായി ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നപ്പോഴാണ് രാജേട്ടൻ്റെ വണ്ടി അവിടെ നിൽക്കണത് കണ്ടത് കേട്ടോ. അപ്പോൾ കുട്ടി ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല, ഏട്ടൻ അങ്ങനെ പോയിരിക്കുകയാണ്, പാലക്കാട് വരെ പോയിരിക്കുക, അപ്പോൾ വണ്ടി ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഈ ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ വലിയമ്മായി. പിന്നെ ഞാനതൊക്കെ ഇങ്ങനെ തുണികളൊക്കെ ആ പുതിയ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ എടുത്തിട്ട് പിന്നെ വേഗം ഇങ്ങോട്ട് അവിടെ ഉണങ്ങിയ തുണികൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. 1-2-3 തുണികളൊക്കെ ഉള്ളൂ ഉണങ്ങാൻ ഇട്ടുതരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് മടക്കി കൈയോടെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ പിന്നെ അതെടുക്കാൻ പോവാൻ മറന്നു പോവും. അപ്പോൾ അങ്ങനെ ആ തുണിയൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോഴത്തേന് തന്നെ 2 വിസിൽ വന്ന് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടാട്ടോ പോയായിരുന്നു. പിന്നെ വേഗം എയറൊക്കെ കളഞ്ഞ് പിന്നെ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധോനി ബേബി എപ്പോഴാണ് എണീക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു എപ്പോഴും ഒരേ കിച്ചണിൽ തന്നെ നിന്നിട്ടുള്ള വീഡിയോസാണല്ലോ അധികവും, പുറത്തൊക്കെ പോയി വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയും കേട്ടോ. കാരണം നമ്മൾ വെളിയിലൊക്കെ പോകുന്നത് ചുരുക്കമാണ്. പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ വെളിയിൽ പോവുക പറഞ്ഞിട്ട് പോണത് കേട്ടോ. പിന്നെ മുക്കാൽ ഭാഗവും നമ്മൾ ഇവിടെ തന്നെയല്ലേ, വീട്ടിൽ തന്നെയല്ലേ. പിന്നെ നമ്മൾ കുക്ക് ചെയ്യണത് ധോനി ബേബി, അങ്ങനെ നമ്മുടേതായ സമയങ്ങളാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണത്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും നമുക്ക് മെസ്സേജൊക്കെ ഇടാറുണ്ട്, അതിലൊക്കെ വളരെയധികം സന്തോഷം. കാരണം നമ്മൾ ഇത്രയും ചെറിയ ഒരു ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാനൊക്കെ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് എന്താ പറയുക, ആ സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് മുന്നോട്ട് ഇനിയും വേണം. പിന്നെ നമ്മൾ പുറത്ത് പോകുന്നതിനൊക്കെ അനുസരിച്ച് വേറെ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ കറിയൊക്കെ ആയി, ഉപ്പേരി അടുപ്പത്തേക്ക് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കോവയ്ക്ക് ഇട്ടപ്പോഴേ എണ്ണ ഇങ്ങോട്ട് തെറിച്ചു കേട്ടോ കയ്യിലേക്ക്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ചെറിയ തുള്ളിയായിട്ടാണ് തെറിച്ചത്. അതുകൊണ്ട് പിന്നെ വേഗം അതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വേഗം അത് ശരിയാക്കിയിട്ടോ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ പച്ചവെള്ളമല്ലേ, പച്ചവെള്ളത്തിൽ പോയി കൈമുക്കി, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ തൊലി എങ്ങാനും അടന്ന് വന്നാലോ എന്ന് പേടിച്ചിട്ടേ. അപ്പോൾ പിന്നെ ഞാനത് അടുപ്പത്തിടുന്ന സമയത്ത് കേട്ടോ, കോവയ്ക്കൊക്കെ നമ്മുടെ എൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ അവിടെ പഴയ നമ്മൾ ചെറുതാകുമ്പോഴൊക്കെ അവിടെ ഒരു വലിയൊരു കോവയ്ക്ക വള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല വണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് കുട്ടികൾ അതിൽ ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഊഞ്ഞാലാടുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ എന്താ പറയുക റിലേഷനിലുള്ളൊരു അമ്മ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അവരുടെ വീട്ടിലായിരുന്നു, റിലേഷനിലുള്ള അവരുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കളിക്കാൻ പോകുമായിരുന്നു കുട്ടികളെല്ലാവരും കൂടി. അപ്പോൾ ഞങ്ങളെപ്പോഴും ഈ കുട്ടികൾ ഇതിൽ വന്ന് ഇങ്ങനെ ഊഞ്ഞാലാടും. അപ്പോൾ നല്ല മണ്ണുള്ള നമുക്കിങ്ങനെ പിടിച്ചിങ്ങനെ അത്രയും മണ്ണാണ്. ഇത് പുളി മരത്തിലേക്കായിരുന്നു ഇത് കയറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കോവയ്ക്ക വള്ളി. ഞങ്ങളെല്ലാവരും കുട്ടികൾ ഇതിലിങ്ങനെ പിടിച്ച് തൂങ്ങി ആടും. ലാസ്റ്റ് ഞങ്ങളുടെ ആട്ടത്തിൻ്റെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിന് സ്പീഡ് അനുസരിച്ചിട്ടൊക്കെ പിന്നെ അവിടുത്തെ അമ്മമ്മ അത് വെട്ടിക്കളഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിലുള്ള ആട്ടം നിർത്തി, കാരണം വള്ളിയില്ലല്ലോ അങ്ങനെ. അപ്പോൾ പിന്നെ കോവയ്ക്ക പച്ചയ്ക്ക് മൂക്കാത്ത
കോവയ്ക്ക കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ല. അപ്പം ഞാൻ എപ്പോഴൊന്നും കിട്ടില്ലല്ലോ, അപ്പം ഞാൻ വേഗം ഒന്ന് പച്ചയ്ക്ക് അമ്മായി നുറുക്കി തന്നു കേട്ടോ. അപ്പം ഞാൻ അതിന് 2 കഷ്ണം എടുത്ത് കഴിക്കുകയായിരുന്നു അത് അടുപ്പത്ത് വെച്ച സമയത്ത്. അങ്ങനെ ഇതാ ഉപ്പേരിയൊക്കെ ആയി. പിന്നെ ഒന്ന് വേറെ പറഞ്ഞാൽ വേറെ മുട്ടയോ ചിക്കനോ മീനോ അങ്ങനെയൊന്നുള്ളതൊന്നുമില്ല കേട്ടോ. ഒന്ന് പപ്പടമാണ്. അപ്പോൾ പപ്പടം തലേദിവസം ചെറിയമ്മായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ തലേദിവസം കാച്ചിയില്ല. അപ്പോൾ നാളെ കാച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ സാമ്പാറും കോവയ്ക്കത്തോരനും പപ്പടം കാച്ചിയതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കാരണം ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം പപ്പടം ഞാൻ അധികം കഴിക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധോനി ബേബീനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമുക്ക് BP ഒക്കെ പ്രശ്നമുണ്ട്. കാരണം അപ്പോൾ പപ്പടം കഴിക്കാൻ പറ്റില്ല, അച്ചാർ കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് അതൊന്നും തൊടാതെ ആയിട്ടോ. പിന്നെ അങ്ങനെ അതിനോടുള്ളൊരു ഇഷ്ടം അങ്ങോട്ട് കുറഞ്ഞു വന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വിശേഷങ്ങളോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പപ്പടങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ 4-5 നുറുക്കൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പപ്പടം പൊട്ടിച്ചു ചേർക്കുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മുരുമുരുന്നനായിട്ട് നമുക്കത് ഇങ്ങനെ ഒരു ഇതിലൊക്കെ ആക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒന്നിച്ച് നമ്മളിങ്ങനെ പപ്പടം കാച്ചിട്ട് കഴിക്കണതിനേക്കാളും ഇഷ്ടം പൊട്ടിച്ച് നമ്മൾ വറുക്കുമല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പപ്പടം കൊണ്ട് കറിയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളാരെങ്കിലും പപ്പടം കൊണ്ടൊക്കെ കറി വെക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ഇടണം കേട്ടോ. കാരണം എങ്ങനെയാണ് വെക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ കാച്ചൽ കഴിഞ്ഞു. 2 പാക്കറ്റ് പപ്പടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കാച്ചി റെഡിയാക്കി എല്ലാം വെച്ചു. പിന്നെ അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചു. അപ്പോൾ ഏട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ എത്തിയിട്ടുണ്ട്, പാലക്കാട് എത്തി ഞങ്ങൾ, അപ്പോൾ പോയ കാര്യത്തിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു, ഏട്ടൻ കഴിക്കാൻ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പം എന്നാൽ ചോറൊക്കെ വിളമ്പി എല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ മഴയും വരുന്നുണ്ട്. അപ്പോൾ തുണികൾ ഇനി എല്ലാം അലക്കിയതൊക്കെ എല്ലാം ആ പുതിയ വീട്ടിലേക്ക് കയറ്റിയിട്ടു. പിന്നെ വെള്ളം പിടിക്കൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നേരം വൈകി ഇനി പെട്ടെന്ന് ഏട്ടനങ്ങാനും വന്നാലോ എന്ന് പേടിച്ചിട്ട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ കഴിക്കാൻ വരില്ല, വൈകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ പോയ കാര്യത്തിന് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഏട്ടൻ. അപ്പോൾ എന്നാൽ ശരി, എന്നാൽ വരുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഏട്ടൻ വരുന്ന സമയത്ത് വിളിച്ചൊന്നുമില്ല കേട്ടോ, വന്നപ്പോഴാണ് വിളിച്ചത്. വന്ന് വീട്ടിൽ വന്നപ്പോഴാണ് വിളിച്ചത്, അനു ഇങ്ങനെ വന്നു പറഞ്ഞു. അപ്പോൾ ഒരു 2-2:30 ആയ ടൈമിലാട്ടോ എത്തിയത് ആള്. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് ഭക്ഷണം കഴിച്ചു. കോഴിമുട്ടയും മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ്റെ ഭക്ഷണം കുറച്ച് പിന്നാക്കായിരുന്നു. കുറച്ച് ചോറുണ്ടുള്ളൂ കേട്ടോ. എന്തെങ്കിലും വേണം, മുട്ടയിട്ടോ ഉണക്കമീനോ എന്തെങ്കിലും ഒന്ന് വേണം അവർക്ക് ഭക്ഷണം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ. അതങ്ങനെ ജോലിക്കൊക്കെ പോയി അങ്ങനെ ഭക്ഷണം കഴിച്ച് ശീലിച്ചതുകൊണ്ട് അവർക്കത് നിർബന്ധമാണ്. എനിക്കും തന്നെ ചില സമയത്ത് തോന്നും നമുക്ക് എന്താ എന്നും തന്നെ കഴിച്ചിട്ട് മടുക്കുന്നില്ലേ, എന്തെങ്കിലും ഒന്ന് മാറ്റിയിട്ട് കഴിക്കാനൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല ഒരു എന്താ പറയുക, കഴിച്ചൊരു മടുപ്പൊക്കെ തോന്നും. പിന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി ഇല്ല കേട്ടോ. ഒന്ന് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആളുകൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാനും ഓളെന്ന ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എന്താ അറിയില്ല കേട്ടോ. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. കാരണം പുറത്തൊന്നും വെളിയിലൊന്നും നമുക്കിപ്പോൾ പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല. അപ്പം അങ്ങനെ ഇതെല്ലാം ആയി. അപ്പോൾ ഏട്ടൻ വരിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. കാരണം തലേ ദിവസത്തെ കുറച്ച് സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയിട്ട് ക്യാബേജ് തോരനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ. ആ കഴിക്കുന്ന സമയത്താണ് അമ്മ രാജീവേട്ടനുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കണു. അപ്പോൾ ഞാൻ എന്നിട്ട് വേഗം അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. പിന്നെ അമ്മായി ഉണ്ടായിരുന്നു, വലിയമ്മായും പിന്നെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇടയ്ക്കൊന്ന് കഞ്ഞി കുടിക്കുകയും അതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ വലിയമ്മായിക്ക് സുഖമില്ല കേട്ടോ, 2 ദിവസമായിട്ട് ജലദോഷം. അപ്പോൾ അങ്ങനെ തൊണ്ടവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കവിൾക്കൊള്ളുകയൊക്കെ ചെയ്തു, ഉപ്പ് വെള്ളം കേട്ടോ. അങ്ങനെ ആ സമയത്താണ് രാജേട്ടൻ വന്ന് പിന്നെ പെട്ടെന്ന് രാജേട്ടനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വേഗം പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ നമ്മൾ ഇങ്ങനെ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ള വീടല്ലേ, അപ്പോൾ പിന്നെ എന്തെടുക്കുകയാണെങ്കിലും പാത്രങ്ങൾ നമ്മളൊന്നും കൂടി ഒന്ന് കഴുകും ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്നറിയാം, നമുക്കതൊരു തൃപ്തി പോലെ തോന്നില്ല. അപ്പം ഞാൻ എന്ത് പാത്രം എടുക്കുകയാണെങ്കിലും പിന്നെയും പോയി ഒന്ന് കഴുകും ഒലമ്പുമൊക്കെ ചെയ്യൂട്ടോ. അതെന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ ശീലിച്ചത് കൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ചെയ്യണം എന്നാലേ, ഇനിയിപ്പം അപ്പം തന്നെ മുറിച്ചാലും ശരി ഞാനൊന്ന് പോയി ഒലമ്പൂട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
വീഡിയോസ് ഒന്നുകൂടി പറയാട്ടോ, നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം വളരെ സബൊക്കെ വളരെ കുറവാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഏട്ടന് ചോറൊക്കെ കൊടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും